വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലത്തിന്റെ അളവ് കുറച്ച് കൂടുതൽ ഡാമുകളിൽ സമാനമായ നടപടിക്ക് നീക്കമുണ്ട്. ഇതിനിടെ അതിർത്തിയിൽ നിന്ന് 2 പാക് പൗരന്മാരെ പഞ്ചാബ് പോലീസ് പിടികൂടി. ഭീകരാക്രമണത്തിൽ പഹൽഗാമിലെ കടയുടമയെ NIA ചോദ്യം ചെയ്തു. പലക് ഷേർ മസീഹ്, സൂരജ് മസീഹ് എന്നീ 2 ചാരന്മാരാണ് പഞ്ചാബ് പോലീസിന്റെ പിടിയിലായത്. അമൃത്സറിലെ കരസേനാ കന്റോൺമെന്റ്, വ്യോമസേനാ താവളം എന്നിവയുടെ തന്ത്രപ്രധാനമായ ചിത്രങ്ങളും വിവരങ്ങളും ഇവർ ISIക്ക് കൈമാറിയതായി കണ്ടെത്തി. ജയിലിലുള്ള കൊടും കുറ്റവാളി ഹർപ്രീത് സിംഗിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പഞ്ചാബ് പോലീസ്. പഹൽഗാമിൽ ആക്രമണം നടന്നതിന് 15 ദിവസം മുമ്പ് കട തുറന്ന പ്രദേശവാസിയെ NIA ചോദ്യം ചെയ്തു. ആക്രമണം നടന്ന ദിവസം ഇയാൾ കട തുറന്നിരുന്നില്ല. ഭീകരാക്രമണത്തെക്കുറിച്ച് ഇയാൾക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നോ എന്നാണ് സംശയിക്കുന്നത്. ഇതിനകം ഭീകരവാദ ബന്ധമുള്ള 75 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. പ്രാദേശിക ഭീകരതയ്ക്കെതിരായ ഏജൻസികളുടെ നടപടികൾ തുടരുകയാണ്. 3000-ലേറെ പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കെതിരെ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 22 വരെ തെരച്ചിൽ നടന്നിരുന്നതായി റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാനെതിരായ കൂടുതൽ നടപടിയുടെ ഭാഗമായി ചെനാബ് നദിയിലെ ബംഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ ഇന്ത്യ താഴ്ത്തി. ജലം കിഷൻഗംഗ ഡാമിലും സമാന നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. കനത്ത മഴയിലും മൂടൽമഞ്ഞിലും കൊടുങ്കാട്ടിൽ ദൗത്യം തുടരുകയാണ് സുരക്ഷാ സേന. ഏത് സമയവും ഒരു ശുഭവാർത്ത താഴ്വരയിൽ നിന്നും പ്രതീക്ഷിക്കാം. കശ്മീരിലെ ഭീകരതയുടെ വേരറുക്കുകയാണ് പരമമായ ലക്ഷ്യം. ബാരാമുള്ളയിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. R. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഒരു ഭാഗത്ത് സൈന്യം സജ്ജമായി നിൽക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ വ്യോമസേനാ മേധാവിയുടെ കൂടിക്കാഴ്ച, ഇന്നലെ നാവികസേനാ മേധാവിയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. ഈ ഘട്ടത്തിൽ അത് നിർണായക കൂടിക്കാഴ്ച തന്നെയാണ്. എന്താണ് അതിൻ്റെ വിവരങ്ങൾ, അച്യുതൻ? രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നാവികസേനാ മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയായിരുന്നു ആ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ നാവിഗേഷൻ, അതായത് സമുദ്രപാതയിലടക്കം ഈ വരുന്ന വാണിജ്യ കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം, കാരണം ഈ മേഖലകളിൽ അറബിക്കടലിൽ ഇത്തരത്തിൽ നാവികസേനയുടെ അഭ്യാസങ്ങൾ തുടരുന്ന, ആ പരിശീലന അഭ്യാസങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ വാണിജ്യ കപ്പലുകൾ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഈ മാരിടൈം അധികൃതർ നൽകുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വച്ച് തന്നെയാണ് ആ കൂടിക്കാഴ്ചയും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൃത്യമായ മറുപടി നൽകാൻ എല്ലാ തരത്തിലും സജ്ജമായി സൈന്യം മുന്നോട്ട് നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എന്താണ് എന്നതിനെ പറ്റി തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ചകൾ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ മറ്റു വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇന്നലെ നാവികസേനാ മേധാവി നടത്തിയ കൂടിക്കാഴ്ചയുടെയും വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ തുടർ നീക്കങ്ങളായി ചില നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. എന്തായാലും നിലവിലിപ്പോൾ വ്യോമസേനാ മേധാവിയും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, R. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറില്ലെന്ന് വ്യക്തമാക്കി K. സുധാകരൻ. പുതിയ KPCC പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കി K. സുധാകരന്റെ പ്രതികരണം. തനിക്ക് അനാരോഗ്യമെന്ന് ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുകയാണ്. ആരാണ് ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമെന്നും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പ്രചാരണങ്ങൾ ശരിയല്ല എന്നും K. സുധാകരൻ പറയുന്നു. KPCC അധ്യക്ഷന്റെ മാറ്റത്തെ ചൊല്ലിയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ 24-നൊപ്പം KPCC അധ്യക്ഷൻ K. സുധാകരൻ ചേരുകയാണ്. വലിയ ചർച്ചകളും വാർത്തകളുമാണ്. KPCC അധ്യക്ഷൻ മാറുന്നു, പുതിയ 2 പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും നിലയിൽ ഹൈക്കമാൻഡ് അങ്ങയുമായി ആ നിലയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടോ? ഞാനുമായി നടത്തിയിട്ടില്ല, വേറെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടാവുന്ന എനിക്കറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ അങ്ങേക്ക് മുന്നിൽ പല നിർദ്ദേശങ്ങളൊക്കെ വെച്ചു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്തിയ സന്നാഹങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും എത്രമാത്രം ഇതാണ്, ബൂത്ത് തലത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ടോ, ബൂത്ത് തലത്തിൽ പാർട്ടി ശക്തമാണോ, അതൊക്കെ അന്വേഷിച്ചറിയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഏതെങ്കിലും നിലയിലൊരു സൂചന അങ്ങേക്ക് ഇനി തൽക്കാലം അങ്ങ് മാറി നിൽക്കൂ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനയെങ്കിലും നൽകിയിരുന്നു? ഒരു അതെങ്ങനെയാ സൂചന?
ഇങ്ങനെയാ എന്തോ അത് പറയാണ്ട് സൂചന എടുത്ത് വന്നിട്ടുണ്ട്. സൂചനയൊന്നും തന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അങ്ങയെ അറിയിക്കാതെ ഇത്തരത്തിലൊരു വലിയ വാർത്തയാണ് പുറത്തു വരുന്നത്? അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ. ഇപ്പോൾ അങ്ങേക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം മാധ്യമങ്ങളാണ് ആ വാർത്തകൾ ഉണ്ടാക്കുന്നതെന്ന്. അതിനപ്പുറത്തേക്ക് സത്യത്തിൽ ഈ വാർത്തകളൊക്കെ ഇത്രയും പരസ്യമായി ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളാണ്, മാധ്യമങ്ങളാണ് എന്ന് അങ്ങേക്ക് പറയാം. പക്ഷെ അപ്പോഴും ഇതിന് പിന്നിൽ കോൺഗ്രസിലെ തന്നെ ഒരു വലിയ വിഭാഗം അങ്ങ് മാറണം എന്ന അഭിപ്രായമായി ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് മാധ്യമങ്ങൾക്ക് അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് പോകേണ്ടി വരുന്നത്. ഇങ്ങനെ ഒരു ചർച്ച കോൺഗ്രസിലുള്ളത് അങ്ങനെ ഉണ്ടോ? അങ്ങയുടെ വിശ്വാസത്തിലാണ്? ഒരു 10 ആള് പേര് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല, നമുക്കത് എന്തായാലും പറയാൻ കഴിയില്ല. അപ്പോ കോൺഗ്രസിനുള്ളിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങ് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് കരുതുന്നു? എന്റെ അറിവിലില്ല. ആരും എന്നോട് മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരില്ല. എന്റെ സേവനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടി പ്രവർത്തകന്മാർ. അങ്ങയുടെ താല്പര്യം എന്താണ്? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന് UDF-നെ വീണ്ടും അധികാരത്തിൽ എത്തിക്കണമെന്നൊരു ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും അധികാരത്തിൽ എത്തിക്കുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നതാണ്. ഇടതുപക്ഷത്തെ ഇറക്കുക, പിണറായി വിജയന്റെ സർക്കാരിനെ ഇറക്കുക എന്നതാണ് എന്റെ ആത്യന്തിക ലക്ഷ്യം. അത് ചെയ്തേ ഞാൻ അടങ്ങും. അതുവരെയും KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരണം എന്ന ആഗ്രഹമോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഭ്യർത്ഥനയോ നടത്തി? ആഗ്രഹമല്ലല്ലോ, ആവശ്യമാണ്. ആഗ്രഹമല്ല, ആവശ്യം. അതുപോലെ തന്നെ അങ്ങേക്ക് അസുഖമാണ്, ചില പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മാറണം എന്നൊരു ഏറെക്കാലമായി ചർച്ച നടക്കുന്നത് നമ്മളൊക്കെ കേൾക്കുന്നതുമാണ്. ആ നിലയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം അങ്ങേക്ക് ഉണ്ടോ? അതുണ്ടെങ്കിൽ ചികിത്സിക്കാൻ ആശുപത്രിയും ഡോക്ടർമാരും ഉണ്ടല്ലോ. ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നൊരു ചർച്ച വരുന്നത്? അതാ ചോദിക്കുന്നത്, പ്രചരിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ടത്. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത്, അങ്ങയുടെ രക്തത്തിനായി ദാഹിക്കുന്നവരാരെങ്കിലും ഈ പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്ന്. ആവാം, ഇല്ലാതിരിക്കാം. ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കണ്ടവരെ ഞാൻ ചോദിക്കും. പക്ഷെ എനിക്കതറിയില്ല. ആർക്കാണ് അങ്ങനെ ധാരണയുള്ളത് എനിക്കറിയില്ല. എന്നിടയ്ക്ക് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. സംശയം പോലും ചോദിച്ചിട്ടില്ല. അങ്ങക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നിടയ്ക്ക് ആരും ചോദിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഖാർഗെജിയും രാഹുൽജിയും എന്നോട് ചോദിച്ചു. രാഹുൽജിക്ക് എന്നെ അറിയാം. നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ രാഹുൽജിക്ക് അറിയാം. എന്നെ രാഹുൽജിയാണ് മയോ ക്ലിനിക്കിലേക്ക് വിട്ടത്. എന്നെ ചികിത്സിപ്പിച്ചതെല്ലാം രാഹുൽജിയാണ്. നിർബന്ധമായി എന്നെ കമ്പനി ചെയ്തിട്ടാണ് അദ്ദേഹം എന്നെ അയച്ചത്. അതുകൊണ്ട് എന്റെ ശാരീരികമായ അവസ്ഥ നന്നായി അറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട നേതാവാണ് രാഹുൽ. ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് അങ്ങ് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ഹൈക്കമാൻഡ് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നിരിക്കട്ടെ, അങ്ങയുടെ നിലപാട് എന്തായിരിക്കും? നിശ്ചയമായും അംഗീകരിക്കും. ഹൈക്കമാൻഡിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നാൽ അങ്ങനെ കമ്പൽഷൻ ഒന്നും വേണ്ട. ഐ വിൽ റിസൈൻ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ? ഇപ്പോൾ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്, ഹൈക്കമാൻഡുമായൊക്കെ വലിയ അടുപ്പമുള്ള ആളാണ്, ദേശീയ നേതൃത്വമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ള ആളാണ്. അപ്പോൾ അങ്ങേക്ക് അറിയാം ഈ കോൺഗ്രസിലെ ഓരോ ചലനങ്ങളും അറിയാം. അങ്ങയോട് സൂചിപ്പിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വാർത്തകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും നിലയിൽ അങ്ങനെ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം വരില്ല. അതുപോലെ തന്നെ വരുമായിരുന്നു എങ്കിൽ 1.5 മണിക്കൂർ ഞാൻ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു ഹിന്റെങ്കിലും എനിക്ക് രാഹുൽജിയിൽ നിന്നോ അല്ലെങ്കിൽ ഖാർഗെജിയിൽ നിന്നോ എനിക്ക് കിട്ടുമായിരുന്നു. ഒരു ഹിന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ചുമലിൽ കൈവച്ച് എന്നെ നടത്തി, കയ്യിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തി ചായ തന്നു, എന്നെ കാറിൽ കയറ്റി എന്നെ വിട്ടു. പ്രിയപ്പെട്ട രാഹുൽജി എന്നെ കെട്ടിപ്പിടിച്ച് ചിരിച്ച് സന്തോഷിച്ച് കെട്ടിപ്പിടിച്ചാണ് എന്നെ വിട്ടുപോയത്. ഐ ആം സോ ഹാപ്പി. ഇപ്പോ ഈ ഉയർന്നു കേൾക്കുന്ന 2 പേരുകളുണ്ട് ഈ അന്തരീക്ഷത്തിൽ. അതിലൊന്ന് ആന്റോ ആന്റണിയുടെയും ഒന്ന് സണ്ണി ജോസഫിന്റെയുമാണ്. ഈ 2 നേതാക്കൾ ആരെങ്കിലും അങ്ങുമായി ബന്ധപ്പെട്ടിരുന്നോ ഇത്തരത്തിൽ വാർത്ത വന്നതിന്? ഞാനുമായി ബന്ധപ്പെട്ടിട്ടില്ല. സണ്ണി ജോസഫ് എന്തോ ഫോൺ വിളിച്ചു എന്നൊരു വാർത്ത. ഒരു ഫോൺ വിളിച്ചിരുന്നു, അത് ഇന്നലെയാണ്. എന്താ പറഞ്ഞത്? അല്ല, അദ്ദേഹം വിളിച്ചു. ഞാൻ പറഞ്ഞു ഗോ അഹെഡ് എന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞു. അല്ല, ഞാൻ വന്ന് കാണുന്നു പറഞ്ഞു. ഓ വെൽക്കം യു, കം ആൻഡ് മീ എന്ന് പറയുകയും ചെയ്തു. ഓക്കെ. അപ്പൊ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്തരത്തിലൊരു പദവി? ആര്? സണ്ണി ജോസഫ്. അത് അദ്ദേഹത്തോട് അല്ല, വന്ന് കാണും എന്ന് പറഞ്ഞതുകൊണ്ട് അത് അദ്ദേഹത്തോട് ചോദിച്ചു കണ്ട് ഞാൻ എങ്ങനെയാ പറയാം? അദ്ദേഹത്തിന്റെ മനസ്സ് വായിക്കണം, ഞാൻ മനഃശാസ്ത്രം പഠിക്കണം. വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തോട് പോയി നേരെ പോയി ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ ചോദിച്ചൂടെ? MLA അല്ലേ, ചോദിക്കുന്നതിന് എന്താ കുഴപ്പം? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ചോദിച്ചൂടെ? ഇപ്പൊ അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി അങ്ങ് വലിയ അടുപ്പത്തിലാണോ നിലവിൽ? ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുകളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടോ? ആര് വിളിച്ചു? യോജിപ്പുണ്ടെന്നോ അല്ല വിയോജിപ്പുണ്ടെന്നോ? ആരോടും വിയോജിപ്പില്ല. എല്ലാവരുമായി നല്ല സൗഹൃദം. നേതാക്കന്മാരുമായി നല്ല ബന്ധമാണ്. ഇപ്പൊ അതുപോലെ തന്നെയാണല്ലോ VM സുധീരനും പിന്നെ മുരളിയും മുല്ലപ്പള്ളി രാമേന്ദ്രനും ഇവരൊക്കെ എനിക്ക് വേണ്ടി പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ സൗകര്യം തരുന്നതുകൊണ്ടല്ലേ. കോൺഗ്രസിന്റെ അകത്ത് ഏത് കാലത്താണ് അടുത്ത കാലാമറ്റം ഇത്രയും ഐക്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ?
ഓർമ്മയുടെ അടുത്ത് പറഞ്ഞേ. ഇവിടെ ഇന്നിപ്പോൾ വല്ല പ്രശ്നങ്ങളുടെ തർക്കങ്ങളുണ്ട്, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ തർക്കമുണ്ടോ? ഇല്ല. മുൻ പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റ് KPCC പ്രസിഡന്റ് തമ്മിൽ തർക്കമുണ്ടോ? ഇല്ല. ആരുമായിട്ടൊരു തർക്കവും ഇല്ലല്ലോ. എല്ലാം വളരെ കാം ആൻഡ് ക്വയറ്റ്, വെരി ഡിസിപ്ലിൻഡായി നമ്മുടെ പാർട്ടി മുമ്പോട്ട് പോവുകയാണ്. എല്ലാവരും പരസ്പരം സഹകരിക്കുന്നു, സഹകരണം എല്ലാവരും സപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് പാർട്ടിക്ക് കരുത്തുണ്ട്, പാർട്ടി ശക്തമാകുന്നുണ്ട്, ജനം പാർട്ടിയോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കൽ ബോഡി ഇലക്ഷനും പൊതു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജയിക്കും. നിലമ്പൂരിൽ പ്രത്യേകിച്ചും വൻ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ ഈ അങ്ങ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് പാർട്ടിക്കുണ്ടായത്. അതിനുശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായത്. എന്നിട്ടും അങ്ങ് മാറുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരാനുണ്ടാകുന്ന സാഹചര്യം എന്തുകൊണ്ടായിരിക്കും? അത് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു നല്ല പേഴ്സണാലിറ്റിനെ കണീഷനെ കാണും. ഇത് അദ്ദേഹത്തോട് ഒന്ന് കബഡി വെക്കാൻ പറ. മറ്റെനിക്കത് പറയാൻ കഴിയില്ല. എങ്ങനെയാ പറയാൻ കഴിയുക? ആരോ മനസ്സെന്ന് വരുന്നതിനെ കുറിച്ച് ഞാൻ എന്ത് കമന്റാ ചെയ്യാ പറ. ഓക്കെ, അത് ഒറ്റ ചോദ്യം കൂടി. അതായത് പ്രതിപക്ഷ നേതാവ് ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം അങ്ങയുമായി ഫോണിലോ അതല്ലാതെ നേരിട്ടോ ബന്ധപ്പെടുകയോ ഈ വിഷയത്തിൽ പുനഃസംഘടനയെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പുനഃസംഘടനയെ കുറിച്ചൊക്കെ ഞാനും അദ്ദേഹവും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രശ്നം ഉണ്ടായതിന്, ഈ ചർച്ച വന്നതിന് ശേഷം പുള്ളി അദ്ദേഹം രണ്ടൊക്കെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ ഫോണിൽ കിട്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ചില DCC അധ്യക്ഷന്മാരൊക്കെ മാറാൻ നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ച് ഒക്കെ ആയിരുന്നു. ആ നിലയിൽ DCC തലത്തിലൊരു പുനഃസംഘടന ആലോചിക്കുന്നുണ്ടോ? അല്ല, DCCയിൽ പുനഃസംഘടന മൊത്തം ആലോചിക്കുന്നില്ല. അതിനകത്ത് ഇത്തിരി മോശമായ ചില ജില്ലകളുണ്ട്. ആ ജില്ലയിൽ നമ്മളൊരു ഇത് നടത്തും. എന്തായാലും 24-നൊപ്പം സംസാരിച്ചതിന് വളരെ സന്തോഷം. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഒപ്പം തന്നെ KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുമ്പോൾ എന്തായാലും തനിക്ക് ആ നിലയിൽ ഏതെങ്കിലും തരത്തിലൊരു സൂചന പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് K. സുധാകരൻ ഇപ്പോൾ 24-നോട് വ്യക്തമാക്കുന്നത്. അഭിലാഷ് തൊടുവൻകോടിനൊപ്പം സലിം മാലിക്, 24. സലീം മാലിക് KPCC അധ്യക്ഷൻ K. സുധാകരനുമായി സംസാരിക്കുകയായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ ഹൈക്കമാൻഡ് നിലവിൽ മാറ്റില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസം, പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് സുധാകരൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം. ഹൈക്കമാൻഡിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കും എന്ന് പറയുന്നുണ്ട് സുധാകരൻ. പുതിയ KPCC പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും എന്ന തരത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിലാണ് K. സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. തനിക്ക് അനാരോഗ്യമുണ്ട് എന്ന് ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുകയാണ്. അതാരാണ്, അതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കണ്ടെത്തൂ. അതെന്തായാലും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാർട്ടിയിൽ തനിക്ക് ശത്രുക്കളില്ല. എവിടെ നിന്നാണ് ഇങ്ങനത്തെ ചർച്ചകൾ വരുന്നത് എന്നുള്ള കാര്യം തനിക്കറിയില്ല. അധ്യക്ഷ പദവി ഒഴിയേണ്ട സാഹചര്യം നിലവിലില്ല. ഡൽഹിയിൽ കൂടിക്കാഴ്ച നടന്നതാണ് ഖർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും. ആ ഘട്ടത്തിലൊന്നും, ആ സംസാരത്തിനിടയിലൊന്നും തന്നെ തനിക്ക് യാതൊരു തരത്തിലുള്ള സൂചനയും KPCC അധ്യക്ഷ പദവി ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യമില്ല എന്ന് വിശദീകരിക്കുകയാണ് K. സുധാകരൻ. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ നമുക്ക് മുമ്പിലുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും ഒക്കെ പേരുകൾ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ. നേതൃമാറ്റം വേണമെന്ന ആവശ്യം കേരളത്തിലെ പാർട്ടിക്കകത്ത് നിന്ന് അതിശക്തമായി വരുന്ന സാഹചര്യം. അതിനിടയിൽ സുധാകരൻ അതിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. താൻ അധ്യക്ഷ പദവി ഒഴിയില്ല എന്ന് കൃത്യമായി തന്നെ, അല്ലെങ്കിൽ ഒഴിയേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് വിശദീകരിക്കുന്നുണ്ട് സുധാകരൻ. ഇത് ഹൈക്കമാൻഡിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ ഈ കടുത്ത നിലപാട്? സലീം മാലിക്. ശ്രീജിത്ത്, ഉറപ്പായും ഹൈക്കമാൻഡിനും ഈ ചർച്ചകൾക്ക് ഒരു ചെക്ക് വെച്ചിരിക്കുന്നു K. സുധാകരൻ എന്നുള്ളതാണ് ഈ പരസ്യ പ്രതികരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ചർച്ചകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വരികയും ഒപ്പം തന്നെ ഹൈക്കമാൻഡ് വളരെ വേഗത്തിൽ തന്നെ കേരളത്തിലെ ഈ നേതൃപ്രതിസന്ധിയിൽ ഒരു ഇടപെടൽ നടത്തണമെന്നുള്ളൊരു ആലോചനയിലേക്ക് പോവുകയും ചെയ്യുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രഖ്യാപനം ഉടൻ മണിക്കൂറുകൾക്കുള്ളിലോ അതല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിലോ വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മണിക്കൂറിലാണ് K. സുധാകരൻ ഈ നിലയിൽ ഒരു അഭിപ്രായ പ്രകടനവുമായി വരുന്നത്. K. സുധാകരനുമായി സംസാരിച്ചതിന് ശേഷം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുധാകരന് മാറാൻ ഏതെങ്കിലും നിലയിലുള്ള താല്പര്യമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും താൻ തുടരണം എന്നുള്ളത് ഒരു ആവശ്യമാണ് എന്നുകൂടി K. സുധാകരൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരണമെന്ന് ഹൈക്കമാൻഡിനോടും ഈ KPCC അധ്യക്ഷൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും അത് നടക്കുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ നിലവിലെ ചർച്ചയിൽ ഏതെങ്കിലും തലത്തിലൊരു വാചകം പോലും ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടോ KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടോ തന്നോട് ഹൈക്കമാൻഡിൽ ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, 1.5
മണിക്കൂറാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തന്നോട് കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം തന്നെ തോളിൽ കൈയിട്ട് തന്നെ കാർ വരെ കൊണ്ടാക്കുകയും തന്നെ ആശ്ലേഷിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മടങ്ങുകയും ചെയ്തത്. തന്നെ പുറത്താക്കാനിരിക്കുകയാണെങ്കിൽ എന്തിനങ്ങനെ ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് കെ സുധാകരൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റില്ല എന്ന് 100% ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളുടെ അവസാന മണിക്കൂറിലും അദ്ദേഹം ആ നിലയിൽ തന്നെ പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ ചർച്ചകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്, അത് നിങ്ങൾ മാധ്യമങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോഴും കെ സുധാകരൻ പറയുന്നത് അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം, അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് എന്നുള്ളത് പറയുന്നു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പല കാലങ്ങളിലും പ്രചരണം നടക്കുന്നുണ്ട്, അതും ഏത് കോണിൽ നിന്നാണ് വരുന്നതെന്ന് തനിക്കറിയില്ല എന്ന് പറയുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തന്റെ രക്തം ദാഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് അത് തനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും നിലയിൽ അത്തരത്തിലൊരു രക്തദാഹം പാർട്ടിക്കുള്ളിൽ നിന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നില്ല. മാത്രമല്ല, ഈ പേര് ഉയർന്നു വന്ന ആന്റോ ആന്റണിയുടെയും ഒപ്പം തന്നെ സണ്ണി ജോസഫിന്റെയും പേരുകളാണ് ഉയർന്നു വരുന്നത്. ഈ പേരുകളിൽ സണ്ണി ജോസഫ് തന്നെ വിളിച്ചിരുന്നു, ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇന്നലെ. അതിനുശേഷം താൻ ഗോ അഹെഡ് എന്നൊരൊറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ സണ്ണി ജോസഫ് തന്നെ വന്ന് കാണും എന്ന് പറയുന്നുണ്ട്. ആൾവേസ് വെൽക്കം എന്ന് താൻ തിരികെ പറഞ്ഞു എന്നുകൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് ഉറപ്പായും ഈ നിലയിലൊരു തീരുമാനം, KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതിന് അതും തനിക്കറിയില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ അദ്ദേഹം കാണുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ചില ഫോൺ കോളുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും നിലയിൽ അതുമായി ബന്ധപ്പെട്ട നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനം മാറാൻ കെ സുധാകരൻ തയ്യാറല്ല എന്നുള്ളതാണ്. തന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതിൽ പലതും കളവാണ് എന്നുകൂടി കെ സുധാകരൻ പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള അസുഖം തനിക്കുണ്ടെങ്കിൽ താൻ അതിന് മരുന്ന് കഴിക്കുമല്ലോ, താൻ ഒരു മരുന്നും കഴിക്കുന്നില്ല, പിന്നെ ഏത് കോണിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് എന്ന് അറിയുകയില്ല എന്ന് പറയുന്നു. മാത്രമല്ല, പാർട്ടിയിൽ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള കെട്ടുറപ്പ് നിലവിലുണ്ട്. താൻ തന്നെ പല പരിപാടികളും നടത്തിയിട്ടുണ്ട് എന്നും കെ സുധാകരൻ പറയുന്നു. ഒപ്പം തന്നെ താൻ KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം 100% സക്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് ഉപതെരഞ്ഞെടുപ്പാവട്ടെ, അത് പഞ്ചായത്ത് തലത്തിലുള്ള തദ്ദേശ ഉപതെരഞ്ഞെടുപ്പാവട്ടെ, അതിനപ്പുറത്തേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വലിയ വിജയം നേടിയതാണ്. താൻ തുടരണം എന്നുള്ളതാണ് തന്റെ ആഗ്രഹമെന്നും കെ സുധാകരൻ പറയുന്നു. റീജിത്ത്. ശരി, സലീം മാലിക് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. താൻ KPCC അധ്യക്ഷ പദവി ഒഴിയേണ്ട സാഹചര്യം ഇപ്പോഴില്ല, അത് താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരേണ്ടത് ഒരു ആവശ്യകതയാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയും സൂചന പോലും തന്നോട് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം സുധാകരൻ വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ആന്റോ ആന്റണി MP പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരറിയിപ്പും തനിക്ക് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല, കൂടുതൽ പ്രതികരിക്കാൻ ഈ ഘട്ടത്തിലില്ല, ചില ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ താൻ പ്രതികരിക്കാനില്ല എന്നാണ് ആന്റോ ആന്റണി വ്യക്തമാക്കുന്നത്. തീരുമാനങ്ങളെല്ലാം ഹൈക്കമാൻഡാണ് എടുക്കുക എന്നുകൂടി ആന്റോ ആന്റണി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആന്റോ ആന്റണിക്കും സണ്ണി ജോസഫിനുമെതിരെ എറണാകുളം, ആലുവയിലും കളമശ്ശേരിയിലും പോസ്റ്ററുകൾ. ഫോട്ടോ കണ്ടാൽ പോലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചത്. എറണാകുളം DCC വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇനി പൂരക്കാഴ്ചകളിലേക്കാണ്. പൂരം പൊടിപൂരം. ആനപ്രേമികളുടെ ആവേശം ഇരട്ടിയാക്കി പ്രമുഖ ഗജവീരന്മാരുടെ സാന്നിധ്യം ഇത്തവണ തൃശൂർ പൂരത്തിൽ ഉറപ്പായി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും എറണാകുളം ശിവകുമാറും ഫിറ്റ്നസ് പരിശോധന പാസായി. എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി നാളെ പൂര വിളംബരം നടത്തും. ഇന്ന് വൈകിട്ടാണ് പൂരം സാമ്പിൾ വെടിക്കെട്ട്. തൃശൂർ നഗരം വർണ്ണശബ്ദ വിസ്മയങ്ങളിൽ അലിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രധാന വെടിക്കെട്ടിനോട് കിടപിടിക്കുന്ന സാമ്പിൾ വെടിക്കെട്ടിന് ഇന്ന് വൈകുന്നേരം തിരികൊളുത്തും. രാത്രി 7-ന് പാറമേക്കാവ് വിഭാഗവും തുടർന്ന് തിരുവമ്പാടി വിഭാഗവും. ഇരുവിഭാഗത്തിന്റെ വെടിക്കോപ്പുകളെല്ലാം തേക്കിൻകാട് മൈതാനിയിലെ വെടിക്കെട്ടുപുരയിലെത്തിച്ചു. സ്വരാജ് റൗണ്ടിൽ കൂടുതലിടങ്ങളിൽ ഇക്കുറി വെടിക്കെട്ട് കാണാൻ കഴിയും. സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാൻ പറ്റുന്നുള്ളത് ആളുകൾ ഇങ്ങനെ ഒരു ആവേശത്തിലെടുക്കുകയാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമായിരിക്കും, ദീർഘമായൊരു കാലത്തിന് ശേഷമായിരിക്കും സ്വരാജ് റൗണ്ടിൽ എന്ന് വെച്ചാൽ എല്ലായിടത്തും റൗണ്ടിൽ നിൽക്കാൻ പറ്റില്ല. റൗണ്ടിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി, അതായത് രാഗം തിയേറ്റർ കഴിഞ്ഞാൽ പത്തായപ്പുരം മുതൽ നടുവിലാലിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ കറണ്ട് ബുക്സ് വരെയുള്ള പ്രദേശം നമുക്ക് നന്നായി കാണാൻ വേണ്ടിയിട്ട് ഒരുക്കാവുന്നൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. നാളെ കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തിലക്കാവമ്മയുടെ തിടമ്പേറ്റി പൂരവിളംബരം നടത്തും. എറണാകുളം ശിവകുമാറും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ഫിറ്റ്നസ് പരിശോധന പാസായി. പൂരദിവസം ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പാണ് രാമനേറ്റുക. പൂരത്തിൽ പങ്കെടുക്കുന്ന ആനകളുടെ അന്തിമ പട്ടിക നാളെ വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും. മറ്റന്നാൾ രാവിലെ കണിമംഗലം ശാസ്താവിന്റെ വരവോടെ 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന് തുടക്കമാകും. തെക്കേ ഗോപുര നട തുറന്ന് പൂരദിവസം ആദ്യമെത്തുക രാമനായിരിക്കും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.
ആനച്ചമയങ്ങളുടെ വിസ്മയ കാഴ്ചകളുമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനങ്ങൾ ആരംഭിച്ചു. സ്പെഷ്യൽ കുടകൾ കൂടാതെ 1000-നടുത്ത് കുടകളാണ് ഇത്തവണയും പ്രദർശനത്തിനുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ ചേർന്ന് ഇരുവിഭാഗങ്ങളുടെയും ചമയ പ്രദർശനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങളാണ് തൊട്ടു പിന്നാലെ ചമയ പ്രദർശനം ആസ്വദിക്കാനെത്തിയത്. എന്തായാലും തൃശ്ശൂർ പൂരല്ലേ, അപ്പൊ ചമയങ്ങളൊക്കെ എന്തായാലും നന്നാവും. അത് മനസ്സിലായില്ലേ? എല്ലാ കൊല്ലത്തെക്കാട്ടിലും ഒരുപാട് പുതുമ, വളരെ അധികം ഭംഗി, വളരെ സന്തോഷം. ചമയം അടിപൊളിയായിട്ടുണ്ട്. ഇനിയും മറ്റേത് കാണാത്ത കുറെ മോഡൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കാണാൻ പറ്റും. നന്നായിട്ട് മറ്റേ ടിവിയിൽ കാണലല്ലേ ഉള്ളൂ, ഇപ്പൊ ലൈവായി കാണുമ്പോൾ നന്നായിരിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. ക്ഷേത്രം അഗ്രശാലയിലാണ് പാറമേക്കാവിന്റെ ചമയ പ്രദർശനം. കൗസ്തുഭം ഹാളിൽ തിരുവമ്പാടിയുടെ പ്രദർശനവും. വർണ്ണക്കുടകൾക്ക് പുറമെ നെറ്റിപ്പട്ടവും വെഞ്ചാമരവും ആലവട്ടവുമൊക്കെ പ്രദർശനത്തിനുണ്ട്. സ്പെഷ്യൽ കുടകൾ ചമയത്തിൽ ഉൾപ്പെടുത്താറില്ല. കണ്ടത് ഇത്ര മനോഹരമെങ്കിൽ കാണാത്ത സ്പെഷ്യൽ കുടകൾ അതെത്ര മനോഹരമായിരിക്കുമെന്നാണ് പൂരപ്രേമികൾ ചോദിക്കുന്നത്. സുമിത് കുമാറിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 തൃശൂർ. പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. പൂരം തടസ്സപ്പെട്ടപ്പോൾ MR അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എന്നാണ് മന്ത്രിയുടെ മൊഴി. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്തയാഴ്ച MR അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനോടാണ് മന്ത്രി കെ രാജൻ മൊഴി നൽകിയത്. മന്ത്രിയുടെ മൊഴിയുടെ വിവരങ്ങൾ ഇങ്ങനെ: പൂര ദിവസം രാവിലെ മുതൽ അജിത് കുമാർ തൃശ്ശൂരിലുണ്ടായിരുന്നു. പലതവണ ഫോണിലും നേരിട്ടും സംസാരിച്ചു. തെക്കോട്ടിറക്ക സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മോശം ഇടപെടലുണ്ടായി. പിന്നീട് അജിത് കുമാറിനെ കണ്ടപ്പോൾ രാത്രി എഴുന്നള്ളിപ്പ് സമയത്ത് പ്രശ്ന സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ ചുമതലയുണ്ടായിരുന്ന ADGP ആയിട്ടും ചെയ്തില്ല. പൂരം തടസ്സപ്പെട്ട സമയത്ത് പലതവണ തുടരെ വിളിച്ചിട്ടും കിട്ടിയില്ല. ഔദ്യോഗിക നമ്പറിന് പുറമെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചപ്പോഴും എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട്. അജിത് കുമാറിന്റെ മൊഴി അടുത്തയാഴ്ച രേഖപ്പെടുത്തും. മൊഴി നൽകിയെന്ന് മന്ത്രി കെ രാജൻ സ്ഥിരീകരിച്ചു. മൊഴി കൊടുത്തു എന്നുള്ളതിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. മൊഴി കൊടുത്തത് രേഖാപ്രകാരമാണ്. രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്, പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. സർക്കാർ നയപരമായ തീരുമാനമെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നയപരമായ തീരുമാനമെടുക്കുക, തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് കാണുന്നത്. വിവാദങ്ങളിൽ ADGPയുടെ പേരുണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അപ്പോൾ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി ജമ്മു കശ്മീരിൽ വാഹനാപകടത്തിൽ 2 സൈനികർ മരിച്ചു. റംബാനിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? റീജിത്ത്, റംബാനിലെ ബാറ്ററി ചസ്മ എന്ന മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത്. 2 ജവാന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനം തെന്നി കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടം ഉണ്ടായ ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഏറെ ആഴമുള്ള ഒരു കൊക്കയിലേക്കാണ് ഈ വാഹനം വീണത്. തുടർന്ന് നാട്ടുകാരും സൈന്യവും ഒന്നിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇരുവരെയും പരിക്കേറ്റ് താഴെ കിടക്കുന്ന നിലയിലായിരുന്നു ഈ 2 പേരും ഉണ്ടായിരുന്നത്. ഇവരെ മുകളിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 19-ാം തീയതി ഏപ്രിൽ 19-ന് വലിയ തോതിലുള്ള മഴയെ തുടർന്ന് ഈ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. തുടർന്ന് ഈ റോഡ് ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ഇത് അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇന്നലെ വീണ്ടും ഈ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും ഗതാഗതത്തിന് റോഡ് തുറന്നു കൊടുക്കുകയായിരുന്നു റംബാനിൽ. അതിനിടെയാണ് അപകടമുണ്ടായത്. ജമ്മു കശ്മീരിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ട്. ഈ റംബാൻ അടക്കമുള്ള മേഖലകളിൽ മഴയുണ്ട്. ഈ ശക്തമായ മഴയെ തുടർന്നുണ്ടായാണോ ഈ അപകടം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. 2 സൈനികർക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായതായുള്ള സ്ഥിരീകരണമുണ്ട്. മറ്റ് അപകട കാരണങ്ങൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റീജിത്ത്.
ശരി, ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വാഹനാപകടത്തിൽ 4 യുവാക്കളുടെ അപ്രതീക്ഷിത വിയോഗം. അതിന്റെ ഞെട്ടലിലാണ് തിരുവനന്തപുരം നെല്ലിമൂട് എന്ന നാട്. ഇന്നലെ വൈകുന്നേരമാണ് 7 സുഹൃത്തുക്കൾ ഒരുമിച്ച് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥയാത്ര പോയത്. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് തിരുവനന്തപുരം നെല്ലിമൂട് സ്വദേശികളായ 4 പേർ തമിഴ്നാട് തിരുവാരൂരിൽ വാഹനാപകടത്തിൽ മരിച്ചത്. അവരുടെ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, നെല്ലിമൂട്. ഇപ്പോൾ നാട്ടുകാരൊക്കെ ആ വാർത്ത അറിഞ്ഞ് അതിൻ്റെ ദുഃഖത്തിലാണ്, അതിൻ്റെ നടുക്കത്തിലാണ് ഉള്ളത്. ചേട്ടാ, ഈ എല്ലാ പേരും ഈ 7 പേര് സഞ്ചരിച്ചിരുന്ന വാന് ഈ പരിസരത്തുള്ളവരൊക്കെ തന്നെയാണ്? പരിസരത്തുള്ളത് എല്ലാ കൂട്ടുകാരന്മാരും ഫ്രണ്ട്സുകളാണ് മധുരയിൽ പോയത്, മധുരയിൽ വേളാങ്കണ്ണി പോയത്. അപ്പോൾ ഇന്ന് രാവിലെ 6:30-ക്കാണ് ഈ ഏതർച്ചമായിട്ടുള്ള അവിടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുമായിട്ടുള്ള അപകടം നടക്കുന്നത്. അപ്പോൾ ഒരു 7-7:30 നമ്മൾ നാട്ടിലിറങ്ങി വീട്ടിലുള്ള എല്ലാവരും ദുഃഖത്തിലാണ്. ഈ 7 പേരും നെല്ലിമൂട് ജംഗ്ഷനോട് ബന്ധപ്പെട്ട് 1.5 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ 7 പേരെയും വീട്. ഇപ്പോൾ നാട്ടിലുള്ളവരെ ബന്ധുക്കളെല്ലാം കൂടെ മധുരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൊഴി കൊടുക്കാൻ. നാവറൂരിൽ കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ മൊഴി കൊടുത്തതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത് നടപടിക്രമങ്ങൾ എത്തുന്ന സമയത്ത് നാട്ടുകാരും എല്ലാവരും കൂടെ പൊതുദർശനത്തിന് നെല്ലിമൂട് ന്യൂ സ്കൂളിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തിരിക്കുന്ന അതനുസരിച്ചായിരിക്കും നമ്മളവിടെ പ്ലാൻ ചെയ്ത് പൊതുദർശനത്തിന് വയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇന്നലെ വൈകിട്ടാണ് ഇവിടെ നിന്ന് പോയത്. വൈകിട്ട് 8 മണിയോടെയാണ് ഇവിടുന്ന് പോയത്. 8 മണിയോടെയാണ് പോയത്. തീർത്ഥയാത്രയായിട്ട് പോയതാണ്. വേളാങ്കണ്ണി പള്ളിയിൽ പോയതാണ്. പള്ളിയിൽ പോകുമ്പോഴാണ് ഏതർച്ചമായിട്ട് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. എന്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്? ചെറുപ്പക്കാരാണോ എല്ലാവരും? എല്ലാവരും ചെറുപ്പം. സർക്കാർ ജോലിയുള്ള അറിയപ്പെടുന്ന ആരുമില്ല. അല്ലാതെ ഒരു രവിയണ്ണൻ്റെ മൊബൈൽ കടയിട്ടിരിക്കുന്ന ഒരു പയ്യനാണ്. എല്ലാവരും യുവാക്കളാണ്. എല്ലാവരും കൂലിപ്പണി ഇങ്ങനെയുള്ള ചെയ്ത് പയ്യന്മാരാണ്. അപ്പം നടുക്കത്തിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. എല്ലാവരും ഈ പരിസരത്ത് തന്നെയാണ്. അതായത് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവർ ഓരോരുത്തരും താമസിച്ച് വരുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ഇവരിവിടെ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയത്. പോകുന്നതിനിടയിലാണ് രാവിലെ ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുത്തെ തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 4 പേരായിരുന്നു തൽക്ഷണം മരിച്ചത്. 3 പേർ സാരമായ പരിക്കുകളോടെ അവിടുത്തെ സർക്കാർ ആശുപത്രിയിലുണ്ട്. എന്തായാലും ബന്ധുക്കളും പോലീസും ജനപ്രതിനിധികളടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷമാകും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. പിന്നീട് മൃതദേഹം നാളെയായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുക. നെല്ലിമൂട് നിന്നും സിറിലിനൊപ്പം അജീഷ് ജയകുമാർ, 24. തിരുവനന്തപുരം പട്ടത്ത് കാറും ഓട്ടോയും സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് തീ പടർന്ന് ഒരാൾ പൊള്ളലേറ്റു മരിച്ചു. ഓട്ടോയിൽ സഞ്ചരിച്ച തിരുമല മങ്കാട്ടുകടവ് സ്വദേശി ശിവകുമാറാണ് മരിച്ചത്. പുലർച്ചെ 3:45 പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമാണ് അപകടം. കേശവദാസപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറും ഓട്ടോറിക്ഷയും. ഇടവഴിയിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിച്ച സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ പൂർണ്ണമായും കത്തി നശിച്ചു. ഓട്ടോയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് വൈബ്രേറ്റർ മെഷീനിലെ പെട്രോളിൽ നിന്നാണ് തീ പടർന്നത്. 3 മണി കഴിഞ്ഞു. കന്നപ്പോൾ ഓട്ടോ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറെ 2 പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരാളെ രക്ഷപ്പെടുത്തി. ആ സ്ത്രീ അതിൻ്റെ അടുത്തായിരുന്നു. അവരെ മാറ്റി അങ്ങോട്ട് കടത്തി. ഒരാളെ കാലിൽ വലിച്ച് നമ്മൾ പുറത്തെടുത്ത് അയാളിവിടെ ഉണ്ടായിരുന്നു. അയാൾക്ക് വേറെ പ്രശ്നമില്ല, പൊള്ളലേ ഉള്ളൂ, വേറെ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ബാക്കി ഇതിൽ വന്ന സ്കൂട്ടറിൽ വന്ന ആളിന് പരിക്കുണ്ട്. ആ ലേഡി നല്ല പരിക്കുണ്ട്. മറ്റേ തലയിൽ ബ്ലഡ് ഒലിക്കുന്നുണ്ടായിരുന്നു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മങ്കാട്ടുകടവ് സ്വദേശി ശിവകുമാർ വെന്തു മരിച്ചു. കാർ ഓടിച്ചിരുന്ന ശ്രീകാര്യം സ്വദേശിയായ 19-കാരൻ അയാനാണ്. സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയും യുവാവുമടക്കം 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ മരിച്ച ശിവകുമാറിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കുഞ്ഞിന് ചികിത്സ നൽകുന്നതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് പരാതി. കുഞ്ഞു മരിച്ച സമയത്ത് ന്യായീകരിച്ച് വാർത്താസമ്മേളനം നടത്താനാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശ്രമിച്ചതെന്ന് ബന്ധുക്കളും ആരോപിച്ചു. കടിയേറ്റ ഉടൻ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ കുടുംബത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന രീതിയിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് സിഇയുടെ പിതാവ് സൽമാൻ ഫാരിസ്. കടിയേറ്റ ഉടൻ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ പ്രത്യേക ഡോക്ടർമാരില്ല എന്നാണ് അറിയിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ അരമണിക്കൂർ കാത്തുനിന്നു. ആദ്യ വാക്സിൻ എടുത്ത് തലയുടെ മുറിവിൽ ഒന്നും ചെയ്യാതെയാണ് അവർ വീട്ടിലേക്ക് വിട്ടത്. 2 ദിവസം കഴിഞ്ഞു വരാൻ പറഞ്ഞു. പിന്നീടാണ് 10-ലേറെ സ്റ്റിച്ച് ഇട്ടത്. കോളേജിൽ നിന്ന് നേരെ അവർ ഇഞ്ചക്ഷൻ ഇതൊക്കെ അടിച്ചു കണ്ടവർ പറഞ്ഞിങ്ങനെ ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി ഈ സ്റ്റിച്ചിടുക
ഇതൊക്കെ ചെയ്യാൻ 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ആഴത്തിലുള്ള മുറിവാണെന്ന് ഡോക്ടർമാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഒബ്സർവേഷനിൽ വയ്ക്കാതെ വീട്ടിലേക്ക് വിട്ടുവെന്നതിന് മറുപടി പറയണം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഒരാൾ പോലും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഫാരിസിന്റെ സഹോദരൻ. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തരാൻ ഒരു അരമണിക്കൂർ ടൈം എടുത്തിരുന്നത്. കുട്ടീനെ പെട്ടെന്ന് കയറ്റിയിട്ടില്ല. മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24 മലപ്പുറം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. കൊല്ലം സ്വദേശിയായ കുട്ടിയെ ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ശേഷവും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം 8-നാണ് വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ കുട്ടിയെ തെരുവ് നായ ആക്രമിച്ചത്. കൃത്യസമയത്ത് 3 ഡോസ് വാക്സിൻ എടുത്തിരുന്നു. അവസാന ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മുമ്പാണ് പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. റാപ്പർ വേടൻ വീണ്ടും സർക്കാർ പരിപാടിയിൽ പാടും. ഇടുക്കിയിലെ എൻ്റെ കേരളം പരിപാടിയിലാണ് വേടന് വീണ്ടും വേദി ഒരുങ്ങുന്നത്. വേടനെതിരായ വിവാദങ്ങൾക്ക് പിന്നാലെ ഇടുക്കിയിലെ പരിപാടി നേരത്തെ റദ്ദ് ചെയ്തിരുന്നു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ വിവാദം വന്നതിന് ശേഷം നേരത്തെ ആ പരിപാടിയിൽ നിന്ന് സർക്കാർ മാറ്റി നിർത്തുകയായിരുന്നു. പിന്നീട് വീണ്ടും ആ പരിപാടിയിൽ ഇടം പിടിക്കുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ, രാഹുൽ? രജിത്ത്, സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പല ജില്ലകളിലും വേടന്റെ പരിപാടി ഉൾപ്പെടുത്തിയിരുന്നു. അത് ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ അത് റദ്ദാക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇടുക്കിയിൽ കഴിഞ്ഞ 30-ാം തീയതിയാണ് ഈ വേടന്റെ പരിപാടി നടക്കേണ്ടിയിരുന്നത്. അതിന് തലേ ദിവസമാണ് വേടനെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നാലെ ഈ പരിപാടി റദ്ദ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഈ പുലിനഖം ഉൾപ്പെടെയുള്ള കേസുകളിൽ വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു. അത് വലിയ വിവാദത്തിലേക്കും വലിയ ചർച്ചകളിലേക്കും വെച്ചിരുന്നു. മാത്രമല്ല, ഈ വിവാദങ്ങൾക്ക് പിന്നാലെ വേടന്റെ പ്രതികരണം പുറത്തേക്ക് വന്നതാണ്. തെറ്റുതിരുത്താൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു. ഇത് വലിയ പിന്തുണ വേടന് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ വലിയ ജനപിന്തുണ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വേടന് വീണ്ടും വേദി ഒരുക്കാൻ ഒരു സർക്കാർ പരിപാടി ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റദ്ദാക്കിയ പരിപാടിക്ക് പകരം നാളെ വൈകിട്ട് ഇടുക്കി ചെറുതോണിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന മേളയിൽ വേടന്റെ റാപ്പ് ഷോ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ അപകടത്തിന്റെ കാരണം UPSന്റെ ബാറ്ററി തകരാറെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. മെഡിക്കൽ കോളേജിൽ താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ജില്ലാ ഫോറൻസിക് വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് UPSന്റെ ബാറ്ററി തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കണ്ടെത്തിയത്. ഇന്റർണൽ ഷോർട്ടേജ് കാരണം ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്ത് പൊട്ടിത്തെറിച്ചു. തീ പടർന്നു പിടിക്കുകയും 34 ബാറ്ററികൾ കത്തി നശിക്കുകയും ചെയ്തു. UPS മുറിയിൽ മാത്രമാണ് അപകടമുണ്ടായത്. തുടർന്ന് പുക വ്യാപിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 2026 ഒക്ടോബർ മാസം വരെ വാറന്റിയുള്ളതാണ് MRI മെഷീനും UPSും. ഫിലിപ്സ് കമ്പനി നിയോഗിച്ച ഏജൻസി തന്നെയാണ് UPSന്റെയും മെയിൻ്റനൻസ് നടത്തുന്നത്. ഇവർക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. IP പേഷ്യൻസിന് നമ്മൾ ഇന്ന് തന്നെ മാറ്റി തുടങ്ങും. ബിൽഡിങ്ങിൻ്റെ അത് മാറ്റാനായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഇലക്ട്രിക്കൽ PWD വിഭാഗത്തിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് IP റീസ്റ്റാർട്ട് അവിടെ ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ തിയേറ്ററും നമുക്ക് ചൊവ്വാഴ്ചക്കുള്ളിൽ തിയേറ്ററുകളും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. എമർജൻസി മാത്രം നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തിന് മേളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പിടിക്കും. ബീച്ച് ആശുപത്രി കാഷ്വാലിറ്റിയിൽ കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട തകരാറുകൾ ഉടൻ പരിഹരിക്കുമെന്ന് DME KV വിശ്വനാഥൻ. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് മരണവുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുക. അത്യാഹിത വിഭാഗവും MRI സ്കാനും തൽക്കാലം പ്രവർത്തിപ്പിക്കില്ല എന്നും KV വിശ്വനാഥൻ പറഞ്ഞു. IP പേഷ്യൻസിന് നമ്മൾ ഇന്ന് തന്നെ മാറ്റി തുടങ്ങും. ബിൽഡിങ്ങിൻ്റെ അത് മാറ്റാനായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഇലക്ട്രിക്കൽ PWD വിഭാഗത്തിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് IP റീസ്റ്റാർട്ട് അവിടെ ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ തിയേറ്ററും നമുക്ക് ചൊവ്വാഴ്ചക്കുള്ളിൽ തിയേറ്ററുകളും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. എമർജൻസി മാത്രം നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തിന് മേളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പിടിക്കും. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇതിൻ്റെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം അത് നടക്കുകയാണ്. അതിനിടയിൽ തന്നെ പോലീസിൻ്റെ അന്വേഷണം മറ്റൊരു ഭാഗത്ത്. അപകടത്തിൻ്റെ കാരണം ഏതാണ്ട് വ്യക്തമായി വരുന്നു.
വിശദാംശങ്ങൾ എന്താണ്, പുതിയ വിവരങ്ങൾ എന്താണ്? ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഈ ഘട്ടത്തിലെ നടപടികൾ എങ്ങനെ സമീർ? രജിത്ത്, ഈ പൊട്ടിത്തെറിക്ക് രണ്ട് സാധ്യതയാണ് കൽപ്പിച്ചിരുന്നത്. ഒന്ന് ഷോർട്ട് സർക്യൂട്ടും മറ്റൊന്ന് ബാറ്ററിയിലെ തകരാറുമായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് PWD ഇലക്ട്രിക്കൽ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് അത് ബാറ്ററിയുടെ തകരാറാണ് എന്ന കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. 34 ബാറ്ററികളിൽ ഒരെണ്ണം ഷോർട്ടേജ് കാരണം അത് ബൾജ് ചെയ്തു വന്നു. അങ്ങനെ വീർത്ത് അതിൽ നിന്ന് തീ വരികയും വലിയ രീതിയിൽ അത് മറ്റിടങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയുമായിരുന്നു. ഇങ്ങനെയാണ് 34 ബാറ്ററികളും നശിച്ചത്, കത്തി നശിച്ചത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പുകപടലങ്ങളും മറ്റുമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഈ PWD ഇലക്ട്രിക്കൽ വിഭാഗം സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകൾ പ്രധാനമായും ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കരാർ കമ്പനി ഏറ്റെടുത്തിട്ടുള്ള കമ്പനിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ നിശ്ചിതമായ സമയങ്ങളിലൊക്കെ തന്നെ നിശ്ചിത ഇടവേളകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബാറ്ററിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ ആ വേളയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും ഒപ്പം തന്നെ അവിടെ വൈദ്യുതി വിച്ഛേദിച്ച് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് DMEയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിട്ടുള്ളത് ഈ 7 നില കെട്ടിടത്തിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് 2 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ അതിൻ്റെ IP വിഭാഗം പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. തുടർന്നുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കും എന്ന കാര്യവും DME വ്യക്തമാക്കുന്നുണ്ട്. റീജിത്ത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രമുഖ സാക്ഷരതാ പ്രവർത്തക പത്മശ്രീ KV റാബിയ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. അസുഖത്തെ തുടർന്ന് ഏറെ നാളായി മലപ്പുറം കോട്ടക്കലിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2.5 പതിറ്റാണ്ടിലേറെയായി ക്യാൻസർ രോഗിയായിരുന്നു. ഈയിടെ കരളിലേക്ക് ക്യാൻസർ വ്യാപിക്കുകയും ആരോഗ്യനില വഷളാവുകയും ചെയ്തു. അല്പസമയത്തിനകം തിരൂരങ്ങാടി PSMO കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 6 മണിക്ക് ഖബറടക്കം നടക്കും. സാക്ഷരതാ മിഷനിലൂടെ ആയിരങ്ങൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്ന പോരാളിയായിരുന്നു KV റാബിയ. പ്രതിസന്ധികൾക്കിടയിൽ തളരാതെ ജീവിത വഴിയിൽ മുന്നേറിയ റാബിയ ഒരു പെൺകരുത്തിന്റെ പ്രതീകമായിരുന്നു. 2022 KV റാബിയയ്ക്ക് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചത്. ജീവിതത്തിൻ്റെ എല്ലാ വഴികളും ദൈവത്തിലേക്ക് നടത്തുന്ന വഴികളാണ്. കഷ്ടതയും വേദനയും പ്രയാസവുമാണ് നമ്മെ ഹൃദയത്തിൻ്റെ ആർദ്രതയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. തിരൂരങ്ങാടി വെള്ളിലക്കാട് മൂസക്കുട്ടി ഹാജിയുടെയും ഹജ്ജുമ്മയുടെയും മകൾക്ക് ജീവിതത്തിൽ വെല്ലുവിളികൾ പലതായിരുന്നു. പഠനത്തിൽ മിടുക്കിയായിരുന്നു റാബിയ. ജന്മനാ കാലിനുണ്ടായിരുന്ന ശേഷിക്കുറവ് വകവയ്ക്കാതെ കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ പോയി. ഹൈസ്കൂളിലെത്തിയപ്പോൾ പോളിയോ മൂർച്ഛിച്ച് നടക്കാൻ കഴിയാതായി. സൈക്കിളിലായി പിന്നീടുള്ള യാത്ര. പ്രീ ഡിഗ്രി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലിരുന്നായി പിന്നീടുള്ള പഠനം. കഥകളും കവിതകളും ശാസ്ത്രവും ചരിത്രവും പഠിച്ചു. ബിരുദങ്ങൾ നേടി. വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തു. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായത് ജീവിതത്തിൽ വഴിത്തിരിവായി. അക്ഷരാഭ്യാസമില്ലാത്തവർക്കായി ക്യാമ്പയിനുകൾ, സ്ത്രീകൾക്കായി ചെറുകിട ഉൽപാദന യൂണിറ്റ്, വനിതാ ലൈബ്രറി, ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ചലനമെന്ന സംഘടന. അക്കാലത്താണ് അർബുദം പിടിപെട്ടത്. ചികിത്സയും വിശ്രമവുമായി 4 വർഷം. അതൊന്നും റാബിയയുടെ ആത്മവീര്യം കെടുത്തിയില്ല. തിരികെ ജോലിയിൽ സജീവമായി. പിന്നീട് അടുത്ത തിരിച്ചടി. കുളിമുറിയിൽ തെന്നിവീണ് നട്ടെല്ല് തകർന്നു. കഴുത്തിനു താഴെ ഭാഗികമായി തളർന്നു. കിടക്കയിൽ കിടന്ന് കളർ പെൻസിൽ ഉപയോഗിച്ച് എഴുത്ത് വീണ്ടും തുടങ്ങി. സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട് എന്ന ആത്മകഥയുൾപ്പെടെ 4 പുസ്തകങ്ങൾ. സാക്ഷരതാരംഗത്തെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2014 സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്നം, സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ്, UN ഇന്റർനാഷണൽ അവാർഡ്, നിരവധി പുരസ്കാരങ്ങൾ. റാബിയ ഒരു മാതൃകയാണ്. പ്രതിസന്ധികളിൽ തളർന്നു വീഴാതെ പൊരുതാൻ, ഇരുട്ടിൽ സ്വയം വെളിച്ചമായി മാറാൻ. റിസർച്ച് ഡെസ്ക് 24. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോണുകൾ പിടികൂടിയ സംഭവത്തിൽ ശാസ്ത്രീയ അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ്. ഫോണുകൾ എങ്ങനെ ജയിലിൽ എത്തുന്നു എന്നതിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് 24-നോട് പറഞ്ഞു. കഴിഞ്ഞ 4 മാസത്തിനിടെ ജയിലിൽ ഫോണുകൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്.
ഏപ്രിൽ മാസത്തിൽ മാത്രം 2 കേസുകളിലായി 5 മൊബൈൽ ഫോണുകളാണ് സെൻട്രൽ ജയിലിൽ പിടികൂടിയത്. സെല്ലുകളിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വേറെയും കണ്ടെത്തിയിരുന്നു. 4 മാസത്തെ കണക്കെടുത്താൽ 9 കേസുകളിലായി 15 ഫോണുകൾ പിടികൂടി. എങ്ങനെയാണ് ജയിലിലേക്ക് ഫോണുകൾ എത്തുന്നത്? ഇത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആ പരിസര പ്രദേശങ്ങളും ആ പരിസരത്ത് വന്നു പോകുന്ന ആൾക്കാരും അതല്ലെങ്കിൽ അത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആ മൊബൈൽ ഫോണും അതുമായി ബന്ധപ്പെട്ടുള്ള ഗാഡ്ജറ്റ്സിൻ്റെ കൂടുതലായിട്ടുള്ള ഫോറൻസിക് എക്സാമിനേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൂടുതൽ ഇൻഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. മതിലിന് പുറത്തുനിന്ന് ജയിൽ വളപ്പിലേക്ക് ഫോണുകൾ എറിഞ്ഞു കൊടുക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് കമ്മീഷണർ. ജയിലിലേക്ക് വരുന്ന സമയത്തൊക്കെ കൃത്യമായി ബോഡി ഫ്രിസ്കിംഗ് ചെയ്തതിന് ശേഷമാണ് അവർ അഡ്മിറ്റും ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന പല 2 കേസുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരുപക്ഷെ പുറമേ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നതോ മറ്റൊരു രീതിയിലേക്കുള്ള സാഹചര്യമായിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ലീഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് കൂടുതലായിട്ട് അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയൂ. സെല്ലുകളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് ജയിൽ അധികൃതരുടെ തീരുമാനം. ഫോണുകളെ ജയിലിലെത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. 24 കണ്ണൂർ. കാസർഗോഡ് മഞ്ചേശ്വരത്ത് പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച. ബീച്ച് റോഡിലെ വീട്ടിൽ നിന്ന് 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തിത്തുറന്ന നിലയിലാണ്. അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? മോഷ്ടാവിനെ കുറിച്ച് സൂചനയുണ്ടോ? പോലീസ് പറയുന്നതെന്ത്? അരുൺ. ശ്രീജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഞ്ചേശ്വരം ഭാഗത്ത് മോഷണം തുടങ്ങിയിരിക്കുന്നത് എന്നതാണ്. ഏപ്രിൽ 21-നാണ് ഈ മഞ്ചേശ്വരം ബീച്ച് റോഡിലെ നവീൻ മൊന്തേരയും കുടുംബവും വിദേശത്തേക്ക് പോയത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവർ തിരിച്ചെത്തിയത്. ഈ തിരിച്ചെത്തിയ സമയത്താണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. ഇരുനില വീടിന്റെ പിൻവശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നിരിക്കുന്നത്. വീട്ടിലും സൂക്ഷിച്ചിരുന്ന 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നിട്ടുണ്ട്. മഞ്ചേശ്വരം ബീച്ച് റോഡിലാണ് ഈ ഒരു നവീൻ മുന്തേരയുടെ വീടുള്ളത്. അവിടെയാണ് ഇത്തരത്തിലുള്ള മോഷണം നടന്നിരിക്കുന്നത്. എന്തായാലും മഞ്ചേശ്വരം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷ്ടാക്കളെ കുറിച്ചുള്ള സൂചനകൾ ഇതുവരെയും പോലീസ് ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മുൻപും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മഞ്ചേശ്വരം കുമ്പള ഭാഗങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായ മോഷണം ഉണ്ടായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ മോഷണം തുടങ്ങിയെന്നാണ് ശ്രീജിത്ത്. പേപ്പൽ കോൺക്ലേവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ മാർപ്പാപ്പയെക്കുറിച്ചുള്ള തന്റെ പ്രതീക്ഷ പങ്കുവച്ച് കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാതൃക പിന്തുടരുന്ന ആളാകണം മാർപ്പാപ്പ എന്ന ചിന്തയാണ് തനിക്കുള്ളതെന്ന് ബസേലിയോസ് മാർ ക്ലിമീസ് 24-നോട് പറഞ്ഞു. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള ഇന്ത്യയിൽ നിന്നുള്ള 4 കർദിനാൾമാരിൽ ഒരാളാണ് സിറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ ബസേലിയോസ് മാർ ക്ലിമീസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാരുണ്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും മുഖവും സഭാവിശ്വാസങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് കർദിനാൾ സംഘം അന്വേഷിക്കുന്നതെന്ന് സീറോ മലങ്കര സഭയുടെ തലവനും കർദിനാളുമായ ബസൂലിയസ് മാർ ക്ലിമീസ് ബാവ 24-നോട് വ്യക്തമാക്കി. വത്തിക്കാനിൽ 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ബാവയുടെ പ്രതികരണം. ഏതെല്ലാം പ്രതിസന്ധികളെയാണ് പുതിയ പാപ്പ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സഭയെ സംബന്ധിച്ചും വിശാല മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചും പത്രോസിൻ്റെ പിൻഗാമി എന്നുള്ളത് ഒരു വ്യത്യാസപ്പെട്ട ശുശ്രൂഷയായി തീരുമാനം ഈ മേഖലകളിലെല്ലാം എടുക്കുവാൻ കഴിയുന്ന ഒരാളിനെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്നുള്ളതാണ് കോൺക്ലേവിലെ നമ്മളുടെ പ്രാർത്ഥന. സാർവത്രിക സഭയിൽ വെളുത്തവനോ കറുത്തവനോ എന്ന വ്യത്യാസമില്ല. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുമുള്ളയാളെ മാർപ്പാപ്പയായി സ്വീകരിക്കും. ഏതെങ്കിലും ഒരു ദേശത്തിനോ ഭൂഖണ്ഡത്തിനോ സംവരണം ചെയ്തതല്ല മാർപ്പാപ്പയുടെ സ്ഥാനം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ച ജനകീയ സ്വീകാര്യത, കാരുണ്യത്തിന്റെ മുഖം തുടങ്ങിയവ പിന്തുടരുന്ന വ്യക്തി തന്നെ ആ സ്ഥാനത്തേക്ക് വരണമെന്നാണ് പൊതുവെയുള്ള വികാരം. സഭ യാഥാസ്ഥിതിക പാതയിലേക്ക് പോകുമോ എന്ന ആശങ്കയ്ക്കും ഇവിടെ അടിത്തറയില്ല. ചർച്ചകളിലൊന്നും അത്തരമൊരാവശ്യം ആരും ഉന്നയിച്ചിട്ടില്ല. യാഥാസ്ഥിതികരും പുരോഗമനവാദികളും തമ്മിൽ സഭയ്ക്കുള്ളിൽ ആശയസംഘർഷം നടക്കുന്നു എന്ന വാർത്ത ശരിയല്ല എന്നും ക്ലിമീസ് ബാവ വ്യക്തമാക്കി. ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കുള്ളിലും പുറത്തുമുണ്ടാക്കിയ സ്വാധീനം കർദിനാൾ സംഘം സ്വാഗതം ചെയ്തുവെന്നും ക്ലിമീസ് ബാവ. 24 വത്തിക്കാൻ. 20 രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം വ്യാപിപ്പിച്ച് പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്ക്. തിരുവനന്തപുരത്ത് നടന്ന പ്രവാസി ഭാരതി റേഡിയോ ഉത്സവത്തിൽ 10 പുതിയ റേഡിയോ ചാനലുകളാണ് പ്രക്ഷേപണം ആരംഭിച്ചത്.
20 രാജ്യങ്ങളുടെ ടൈം സോണുകളിലാണ് പ്രവാസി ഭാരതിയുടെ 10 റേഡിയോ ചാനലുകൾ പുതുതായി പ്രക്ഷേപണം ആരംഭിച്ചത്. ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. ഏത് ഭരണകർത്താക്കളാണെങ്കിലും ശ്രദ്ധാപൂർവം അത് കേൾക്കാനും അതിലിടപെടാനും അതിന് പരിഹാരം കാണാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രം തന്നെയാണ് പ്രവാസി ഭാരതിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് പ്രവാസി ഭാരതിയുടെ ആദരം. ജർമ്മനി റേഡിയോയുടെ പ്രക്ഷേപണ ഉദ്ഘാടനവും SKN നിർവഹിച്ചു. ഈ ഓരോ കാലത്ത് ഓരോ മാധ്യമങ്ങൾ കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളതിലൊന്നും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും പ്ലാറ്റ്ഫോമുകൾ മാറി വരും, ചിലപ്പോൾ നമ്മുടെ ശബ്ദവിന്യാസത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മുടെ ദൃശ്യസാധ്യതകളിലൊക്കെ മാറ്റങ്ങൾ വരും. അങ്ങനെയൊക്കെ മാറി വന്നാലും അടിസ്ഥാനപരമായി ഉള്ളടക്കമില്ലാതാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രവാസി ഭാരതി റേഡിയോയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. അഭിമാന നിമിഷമെന്ന് പ്രവാസി ഭാരതി മാനേജിംഗ് ഡയറക്ടർ K. ചന്ദ്രസേനൻ. ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവാസി ഭാരതിയും വളർന്നുകൊണ്ടിരിക്കുന്നു. 2000-ന് മുകളിൽ മലയാളികൾ വസിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. 2000-ന് മുകളിൽ മലയാളികൾ വസിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രാദേശിക സമയമനുസരിച്ച് രാത്രി വരെ 24 മണിക്കൂറും പ്രക്ഷേപണ സംവിധാനം ഒരുക്കുന്ന പ്രവാസി ഭാരതി മലയാളത്തിൻ്റെ അന്താരാഷ്ട്ര റേഡിയോ. UDF കൺവീനർ MM ഹസൻ, ഏഷ്യാനെറ്റ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ റെജി മേനോൻ തുടങ്ങിയവർ വിവിധ ചാനലുകളുടെ പ്രക്ഷേപണോദ്ഘാടനം നിർവഹിച്ചു. It would be lovely to inaugurate the radio station for that part of the country, that part of the world. എൻ്റെ ഓർമ്മയിലുള്ളത് എൻ്റെ വളരെ കുട്ടിക്കാലത്ത് റേഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ബോക്സ് ദാറ്റ് യു ഹാവ് അറ്റ് ഹോം. ദെൻ യു ഹാഡ് ദ ട്രാൻസിസ്റ്റർ റേഡിയോസ് ദാറ്റ് കെയിം ഇൻ. ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ട്രാൻസിസ്റ്റർ റേഡിയോ കുറേ നേരം അമ്മൂമ്മയുടെ റൂമിലായിരിക്കും, പിന്നെ മുത്തച്ഛൻ്റെ റൂമിൽ. അമ്മൂമ്മയുടെ റൂമിലാവുമ്പോൾ അവിടെ സ്റ്റോറീസും നാടകങ്ങളിലെ അവതരണമൊക്കെ ഉണ്ടാവും. അത് കേൾക്കാനാണ്. പ്രവാസി സമൂഹത്തിന് ലോകത്തിന് നടത്തുന്ന ഏറ്റവും വലിയ ഒരു കാൽവയ്പ്പാണ് കേരളത്തിൽ ഒരു കരിയിലിറങ്ങിയാൽ 20 രാജ്യങ്ങളിലെ 42 ലക്ഷം ഈ മലയാളികൾ അത് പ്രവാസി ഭാരതീയയിലൂടെ അവർ കേൾക്കുകയാണ്. ഈ പ്രവാസി ഭാരതീയ റേഡിയോയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പ്രവാസി ഭാരതി ചെയർമാൻ നൌഷാദ് അബ്ദുൾ റഹ്മാൻ, വൈസ് ചെയർമാൻ B. മനോഹരൻ, നോർക്ക റൂട്ട് CEO അജിത് കോളശ്ശേരി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. 12 വരെ നീണ്ടുനിൽക്കുന്ന പ്രദർശന വിപണന മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബീച്ചിന് ഇനി ആഘോഷത്തിന്റെ 10 രാപ്പകലുകൾ. എൻ്റെ കേരളം പ്രദർശന വിപണനമേള, കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള എന്നിവ സന്ദർശകർക്ക് പുതുമയുള്ള കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. പ്രമുഖർ പങ്കെടുക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും മേളയുടെ ഭാഗമായി നടക്കും. കഴിഞ്ഞ 9 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കുകയാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേള. ഭരണ മികവിന്റെയും വിവിധ മേഖലകളിലെ വികസന കുതിപ്പിന്റെയും നേർസാക്ഷ്യം കൂടിയാണ് മേള. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഈ സംരംഭക പ്രോത്സാഹന അന്തരീക്ഷം കുടുംബശ്രീ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമ്പരാഗത സംരംഭങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, നൂതന സംരംഭങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധ ഉണ്ടാവാം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ആദ്യമായാണ് സരസ് മേളയ്ക്ക് കോഴിക്കോട് വേദിയാകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, MLA മാർ, ജില്ലാ കളക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. നോക്കാവിന് ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
സ്വർണ്ണത്തിൽ നോക്കാം ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.